Hello guys, welcome back to first episode of Better Bedrock. സോ ഇന്ന് നമ്മളൊരു പുതിയ സീരീസാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ബെറ്റർ മോഡ് ഓൺ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇൻവെൻ്ററി കഴിക്കാനും പറ്റും. അവിടുത്തെ താളൊക്കെ കാണുന്നുണ്ട് ബെറ്റർ മോഡത്തെ. നമ്മൾ ഈ സീരീസൊക്കെ ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് റിവ്യൂകളൊക്കെ കണ്ടു, അതിൽ അടിപൊളിയാണ് ബെറ്റർ. അപ്പോൾ ഞാൻ നേരെ പോന്നു. പിന്നെ ബെറ്ററിന് വേറെ മോഡലാണ് ഞാൻ ഇട്ടേക്കണേ. എൻഹാൻസ്ഡ് ഫോഗ് ഇട്ടേക്കണേ, ഗ്ലോറിങ് ഓർ ഇട്ടേക്കണേ, പിന്നെ നൈറ്റ് വിഷ് ഇട്ടേക്കണേ. നമുക്ക് ഇനി ബാക്ക് നോക്കി കാണാൻ പറ്റുന്നുണ്ടാകും. കുറേ മോബുകളൊക്കെ കൂടി പോകുന്നുണ്ട്. അതൊക്കെ എന്താണെന്നാവുക പൊട്ട് സമയത്ത് നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. പിന്നെ എപ്പിസോഡ് ചെറിയൊരു അപ്ഡേറ്റ് അല്ലാതെ എൻ്റെ കോസ്റ്റ്യൂമിനാണ്. അപ്പോൾ ഞാൻ പുതിയ കോസ്റ്റ്യൂം ഇറക്കി. മറ്റേ കോസ്റ്റ്യൂമൊന്നും എനിക്ക് വേണ്ട. ഈ കോസ്റ്റ്യൂം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഇത് കോഡിന് മറുപടിയൊക്കെ നമ്മൾ ഫോൺ അയക്കുന്നത്. ഇവിടെ നമ്മൾ മരം വെച്ച് നമ്മൾ ക്ലാസ്സിക്ക് ഒരു തുടങ്ങാം. പിന്നെ ഭാഗത്ത് പോയി നമുക്കൊരു ഗൈഡൊക്കെ ഉണ്ട്. ബുക്ക് എന്താണെന്ന് ആവും. അല്ല ഈ ബുക്ക് ഗൈഡും അതോ നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും. അതിലായിക്കോട്ടെ, നമുക്ക് നമ്മൾ എപ്പിസോഡ് ഇതാക്കണ്ട. മരം വെട്ടി കൊണ്ട് തുടങ്ങാം. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സെറ്റിങ്സ്, പിന്നെന്ത് ഇതിൻ്റെ റോൾഡപ്പ് കൊസ്റ്റ് സ്ക്രോള്. അപ്പോൾ അത് കൊസ്റ്റുകൾ കംപ്ലീറ്റ് ആക്കാനുള്ളതാണ്. അങ്ങനെ ഗോൾ ട്രാക്കറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗോളുകളൊക്കെ ഇതിൽ നോക്കിയാണ്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിക്ക് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. പിന്നെ ഞാൻ ഈ നൈറ്റ് വിഷ് ഇട്ടാനുള്ള കാരണം ഒരു ടോർച്ച് വേസ്റ്റാക്കേണ്ട രീതിയിലാണ്. കോള കണ്ടിട്ട് നമുക്കത് ഫ്യുവലായി ഉപയോഗിച്ചാൽ അവിടുത്തെ ടോർച്ചിന് വേണ്ടി കളയണ്ട. നൈറ്റ് വിഷ് ഇട്ടാൽ നമുക്കിനി കേവളൊക്കെ സുഖമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഓറാളം കണ്ടിപ്പോൾ മിസ്സാക്കി ടോർച്ച് വെച്ച് പോവാണെങ്കിൽ ഇതാകുമ്പോൾ ആ പ്രശ്നമല്ല. നമ്മളെല്ലാം എക്സ്പ്ലേ ചെയ്ത് ഇനി ഒന്നരാടം തീർക്കാനാണ് ഇപ്പോഴത്തെ സാധനം. ഇവിടെ അല്ലേ എന്തത്? അയ്യോ ഇത് മോബ് സ്പോണറേ. ഇവിടെ ഇതുണ്ട്, മോബ് ഫാർമുണ്ട്. ഇവിടെ ഞാൻ സ്കിപ്പ് അടിച്ചോ. പിന്നെ ഈ ബെറ്ററിൽ കുറേ സ്ട്രക്ചറുകളും കുറേ ബോസുകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഇതേപോലത്തെ മോബുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നിങ്ങൾക്കും ഈ മോഡ് MCPയിൽ കിട്ടുന്നതാണ്. ഫ്രീ ആണ്. MCPയിൽ ഫ്രീ ആണ്. വലിയ സ്ഥലത്ത് മരങ്ങളും പോകും വെള്ളവും ഒക്കെ ഇത്തിരി കുളമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വീടുണ്ട്. അങ്ങനെ നമുക്ക് അവിടെ തന്നെ സംഭവിച്ചു. ഞാൻ ഇതുവരെ കയറിയൊരു ക്രിയേറ്റീവ് വേൾഡിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഇതേപോലത്തെ കുറേ കണ്ടിരു. ഇതേപോലത്തെ ബോസുകളൊക്കെ എല്ലാം കണ്ടു. ആണോ സ്പോണറാണല്ലോ. എന്ത് സ്കെലിട്ടൺ സ്പോണർ. ഇത് കാര്യം ചെയ്യാം തരുമോ? ഓഹോ അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വരാ. ഇത് ആരും ഉണ്ടായിരുന്നൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കി വരെയാണ്. ഇവിടെ ആരും ഉണ്ടോ? ലോൺലി വിസാർഡ്. നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. എന്താ ഇതൊക്കെ സാധനങ്ങളൊന്നും കൂടി അറിയില്ല. ഒന്ന് ബേസിക് സ്റ്റാഫ്. ഓഹോ നമുക്കതൊക്കെ ഉണ്ട്. നമ്മളെ ബാഗിൻ്റെ അകത്ത് ഒന്നുമില്ല. ഈ ബാഗിൻ്റെ അകത്ത് അక్కడ വന്നിട്ട് ഇത് നിൻ്റെ പീസാണ്. നിൻ്റെ പീസ് ആക്കണമെങ്കിൽ അത് ഇപ്പം തട്ടണം നമുക്ക്. അങ്ങനെ നമ്മളിപ്പോൾ തട്ടുന്നത് ബാത്റൂം. അതിൻ്റെ മേലൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇവിടെ എൻ്റെ ബെഡ്റൂം, റിക്കവറി കോമ്പസ് ഉണ്ട്. ഇവിടെ കുറച്ച് ബുക്കും കുറച്ച് പൈപ്പ്. എന്താണ്
പേര് സ്റ്റാർ ഡസ്റ്റ്. എത്താ ഇത് നമുക്ക് ഇവിടെ നിന്ന് റീസ്പോണ് സെറ്റാക്കുക. നമ്മളെ ബേസിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയാണ് തന്നെ നമുക്ക് ഈ സീസർ അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ലേനു. എല്ലാ വീട്ടിനൊക്കെ പറ്റുന്നുള്ളൂ. ഓരോന്നിനും ഓരോ ഏറെ സെറ്റപ്പ്. ഇനി കുറേ സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യുക, സോഡ് ക്രാഫ്റ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യമായി പറ്റണ കട്ട അവിടെ മച്ചാനെ. അതിൽ കോൾഡ് അരികെ വരണം. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തേക്ക് എൻ്റെ അപ്പുറത്തെ ടവറിന് ഫുഡില്ല. ഫുഡിനുള്ള ഒന്നും ഷീപ്പിന് ടെക്സ്റ്റിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ ഒരു ടവറുണ്ട്. ഞാൻ കിട്ടുമ്പോൾ പറ്റില്ലല്ലോ. ഓനോ ക്ലിയർ അടക്കം നടക്കേണ്ടത് അവിടെ എൻ്റെ ടേബിൾ ലൈറ്റ് എന്താണ് ഒക്കെ കിട്ടും. അതൊന്നും ഇങ്ങോട്ടേക്ക് പോകില്ലേ. എല്ലാം നമ്മളെ ബോഡി മാത്രം മതി. കുറച്ച് ഫുഡും കൂടി അല്ല ഫുഡിന് ഇതല്ല. ഗോൾഡൻ ആപ്പിള് നമുക്ക് എൻ്റെ സോഡോടെ എൻ്റെ അന്ധകാരം വന്നടാ. വിളി ഇതായിരണ്ടി മുന്നിക്കടാ. അയ്യോ ഇതൊരു പാകത്തിനാണ്. എനിക്ക് പേടിയില്ല. ഏതൊക്കെ പറയുന്നു സത്യം നല്ലതാ. അവിടെ റീസ്പോണാവും. അതെന്താ കേൾക്കാം. വേറെ മൊബൈലില്ല. പേടില്ല. ഒരൊക്കെ അങ്ങനെ കൈകൊണ്ട് ഇടിച്ചു വിടണം. എന്തുണ്ടോ സ്ഥലടാ അന്നാസടാ. അങ്ങനെ കളി ചത്തു. ഒരു ശ്രമങ്ങൾ കൂടി ലാസ്റ്റ് ഒരു ബുക്കാണ്. ഗൺ ടേബിളും കിട്ടിയൊരു ആൻഡ്രോയിഡ്. ഇവിടെ രണ്ടര ചെസ്റ്റ് അതൊക്കെ വെക്കാൻ കിട്ടൊന്നുമില്ല. അപ്പോൾ ഫൈനലി എൻ്റെ ബേസാണിത്. ഇതൊക്കെ അധികം വെച്ചിട്ടിടട്ടം വെച്ചാവണം. അല്ലെങ്കിൽ ഞാൻ
എടുത്തോളൂ, എടുത്തൊന്ന് രീതിനാണ്. അങ്ങനെ ചത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കിടന്ന് ഉറങ്ങാം ആദ്യം. രാത്രി എന്തൊക്കെ മൂവിയൊന്നും അറിയില്ല. അങ്ങനെ ഫൈനലി നമുക്കൊരു വീട് കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമുക്കൊരു വീട് അങ്ങനെ ആയി. ഇനി നമുക്ക് ഇവിടെ ഓനൊരു ബുക്ക് വെച്ചിരുന്നു. ഇതിനെന്താ നോക്കട്ടെ. I am all alone out here to all I do not fear. ഞാൻ മൊത്തം വായിച്ചു, അതിലൊന്നുമില്ല. ഇവിടെ ഒരു ലെറ്റർ ഉണ്ട്. ഇവിടെ ഉണ്ട് ഒരു ആൻവില്. ഇവിടെ ഇതുണ്ടായിരുന്നു. നമുക്ക് നമ്മൾ ഐറ്റംസ് തിരിച്ചെടുക്കണം. അതിനെ പറ്റി ഞാൻ മറന്നു. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ 2 പേരെ സുഹൃത്തുക്കളെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി. ഞാൻ ഒറ്റക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. അതെന്തോ നാട്ടിൽ എന്തൊക്കെയാ പോകുന്നുണ്ട്. രാഗത്തേക്ക് നല്ല കളറിട് കണ്ടിട്ട് സാധനങ്ങളും കൂടി അറിയില്ല. ഇവിടെ ഏതെങ്കിലും നമ്മൾ ആർമോൾ വീസാറുണ്ട്, നമുക്ക് അതെടുക്കുക. പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ ഈ സ്കെലിട്ടൺ എന്താണ്? ഓപ്പൺ. ഇനി ഇതൊക്കെ ഒന്ന് പോട്ടെ. ഒക്കെ പോട്ടെ. ഒന്ന് എന്താ തിന്നാൻ പറ്റുമോ? അതെന്തോ ഇവിടെ കേറ്റുണ്ട്. തിന്നാ പറ്റില്ല. കേറ്റാണ് ഹെൽത്തി ഫുഡ്. നമ്മളെ ബസ്സിൻ്റെ എപ്പിസോഡത്തിന് ഒരു വീടും ഇവിടെ നടാൻ പറ്റൂലേനോ? നടാൻ പറ്റൂലേ? ഇതെന്താ? ഈ കയറ്റം ഒരിക്കൽ നട്ടാൽ പിന്നെ നടാൻ പറ്റില്ല. ഓച്ചാണ് അതിൻ്റെ സീഡ് നടണം. ഇതാണ് നമ്മളെ ഇതിൻ്റെ ബാക്കിൽ സ്ട്രക്ചർ. നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അത് സ്ട്രക്ചറാണ്, ഇത് വില്ലേജ്. അപ്പോൾ നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ചു. നമ്മൾ അണ്ണുണ്ട് അവിടെ. അണ്ണനെ നമുക്ക് തട്ടാം. ഇല്ലാതെ നമുക്ക് വില്ലേജിൽ എത്ര ഭാരല്ലത് അതെങ്കിലും ഉണ്ടോ? എത്ര കാണും, കോഴി കാണും. അല്ല, ഇതിന് ഡോറില്ലേ? അവിടെ അച്ഛടിക്ക് കാരണം അതറിയാ. ഡോറ് ഇത് ഡോറിയും. ഇതെന്താ സാധനം? ഇതൊരു ബാഗും പിടിച്ച്. ഇനി ബാഗ് കിട്ടോ? ഡഞ്ചൻ എക്സ്പ്ലോർ. ഇതിൽ ഡഞ്ചനും ഉണ്ടായിരുന്നു. ബിബിലൊക്കെ ഇതാക്കാൻ പറ്റുമോ? ഒരു സ്റ്റാക്ക് കോളോ അല്ല 32 കോളും 32 ചാർക്കോളും കൊടുത്ത 2 ഡയമണ്ട് കിട്ടും. എന്തോന്നല്ലേ ഇതെന്താ സാധനം? ബ്ലാസ്റ്റ് ഫർണൈസ് ഒക്കെ ഈ ഫർണൈസ് കൊടുക്കും. അന്നെ കൊന്നതിനൊക്കെ തെളിയിച്ച് ഒന്നും തന്നില്ല. സാരല്ല, ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിച്ചുള്ളൂ. പക്ഷെ നമ്മൾ ഇതിപ്പോഴും ലഭിക്കില്ല. അതങ്ങ് ബീഫ്, ഒനിയൻ സീഡ്, കുക്കഡ് ബീഫ്, പച്ചി. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോവും. അവിടെ പറയുന്നില്ല. അതാണ് നമുക്കിനി ബാക്കി ഇവിടെ ഒന്ന് സീഡ് ഇട്ടോ. സീഡ് ഹെൽത്തി സീഡാണ്. അതിൻ്റെ തിരിച്ചാണ് അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഹെൽത്തി കിട്ടുന്ന സീഡാണല്ലോ. വേൾഡ് കണക്കാക്കി നമ്മൾ കഴിക്കണം. നമ്മളിത് മൊത്തം നമ്മളിത് ഇവിടെ താകെ 2 പേരല്ലേ ഇല്ലേ? അണ്ണനെപ്പോൾ കൊല്ലാൻ കുറച്ച് വാളില്ല. അണ്ണനെ കൊല്ലാൻ ഇല്ല. ഇതൊക്കെ നോർമലി ഇല്ലേ? ദോസാളാണ്. ഹെൽത്തി ഫുഡ്. ഒരു പാക്ക് 2 ബ്രെഡ്, 4 ഓവനുണ്ട്. ഉണ്ടോ ബീറ്റ്റൂട്ട്? ആവശ്യമില്ല. വന്നിട്ടുണ്ട്. ഇവിടെ പുതിയ വീട്.
അഞ്ചാറ് ഡോറുണ്ട്. ഭയങ്കര സേഫ്റ്റിയാണല്ലോ. ഇവിടെ ഉണ്ട്. ഓ അപ്പുറത്തേക്ക് കൊണ്ട് വരണ്ടല്ലോ. ആയുധങ്ങളില്ല. ഇനി ആയുധം കൊണ്ട് വരണ്ട ഇങ്ങോട്ട്. ഇവിടെ ഒരു റൈൻ സ്റ്റോണത് ഇതുണ്ട്. ഇതിനൊക്കെ ഇതൊക്കെ പ്ലാസ്റ്റിൻ്റെ സാധനങ്ങൾ തന്നെ. ഷവറാവും ഇല്ലാതൊന്നുമില്ല. നല്ലത് അങ്ങനെ നമ്മളെ അത് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇത് ബെറ്റർ മൂഡിൻ്റെ തോന്നുന്നുണ്ട്. ഈ മൈൻക്രാഫ്റ്റ് ചെയ്ത് മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ സംഗതിയൊന്നും അറിയില്ല. അതൊക്കെ അതെ നമ്മളെ വീട്ടില്ല. നമ്മളിടാണ് നമ്മൾ വീട്. അത് വേറെ ആരും ഉണ്ടാക്കിയിട്ട് അതിനെ നിങ്ങൾ കൊല്ലാൻ കഴിയുള്ളൂ. കൊല്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഓ ഡിയർ മീറ്റ്. അപ്പം നിങ്ങളെ കുറച്ച് കല്ലുകളെങ്കിലോ ഫുഡില്ല. കുട്ടിനെ വന്നാൽ ബോൾഫളം അങ്ങനെ കൊന്നതാണ്. മേലൊക്കെ ഇറങ്ങില്ല. അപ്പോൾ നമുക്കൊരു ക്ലോക്ക് ടവർ പോലത്തെ സെറ്റപ്പ് കൂടെ ഉണ്ട്. എന്താണ് ഡ്രോപ്പ് ചെയ്യുന്നില്ല. ഞാൻ കൂടെ വരുന്നല്ല, ഞാൻ പച്ചപ്പാവാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഫുഡ് ഇട്ടാലും കുഴപ്പമാണ്. ഇവിടെ ഒരു കുഴപ്പമാണ്. നമ്മളെ ചെസ്സിൻ്റെ നമുക്ക് പൊട്ടാലിട്ട് അതുപോലെ അതും ചെയ്യാം. അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ ചെയ്ത് ലെങ്ത്തായി. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് പിന്നെ ഓർമ്മയില്ല രീതിയിൽ കൊണ്ടുപോയി. ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡിന് മറ്റന്നാൾ വരുന്നതായിരിക്കും. അപ്പോൾ ബെറ്റർ മൈൻക്രാഫ്റ്റിന് പുതിയ എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. ബേസാളോ കാര്യമോ ബോസാളുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം കാണാം. അതിലേക്കും ടാറ്റ ബൈ ബൈ.